മനസ്സിലാവില്ലേ? പിന്നെ നമ്മൾ സൂം മീറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന് ആദ്യം നമ്മൾ സൂം നമ്മൾ അതിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ, അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, ഏത് സ്റ്റാർട്ട് മീറ്റിംഗ് എന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ലോഗിൻ ചെയ്യണം. അല്ലാതെ വെറുതെ കയറാനെന്ന് വെച്ചെങ്കിൽ മുതൽ ചെയ്താൽ മതി. അപ്പം നമുക്ക് ആദ്യം സൈൻ അപ്പ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ആദ്യം സൈൻ അപ്പ് കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ സാധാ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അത് കൺഫേം ചെയ്തിട്ട് വരും. അപ്പോൾ അവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ നവാസ് ഇതിലും ഉണ്ട്, ഈ നവാസ് അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുത്തു. എന്നിട്ട് അവിടെ ഫസ്റ്റ് അത് ഇതില്ലാത്തതാണ്, അതുകൊണ്ട് നവാസ് അലനല്ലൂർ. ഓക്കെ, എന്നിട്ട് സൈൻ അപ്പ് കൊടുക്കുക, പേര് കൊടുക്കാനാണ്. അപ്പോൾ ആക്ടിവേറ്റ് ഇമെയിൽ സെൻഡ് ഒരു നമ്മൾ ഇമെയിലേക്ക് ഒരു ആക്ടിവേറ്റ് ലിങ്ക് എന്തുണ്ടാവും, പോയിട്ടുണ്ടാവും എന്നാണ്. അത് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഉണ്ടാവും, ഇമെയിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഏത് മെസ്സേജിലാണോ അത് ഇമെയിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ അത് ആ ഇമെയിലല്ല, ഇമെയിൽ നവാസ് പി ഇതിലാണ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ പ്ലീസ് ആക്ടിവേറ്റ് യൂസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ആക്ടിവേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ അത് റൂമിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിലവിടെ ആ പാസ്വേഡ് കൊടുക്കാനാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, നവാസ് എന്ന് കൊടുത്തു. ലാസ്റ്റ് നെയിം പി അരനെല്ലൂർന്ന് കൊടുത്തു. അപ്പോൾ പാസ്വേഡ് അത് നമ്മൾ ഇടുന്നത് ചെയ്യണം. പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ പാസ്വേഡ് അല്ല, അതിനുമുമ്പ് ഇതില്ല 8 അക്ഷരം വേണം. അതുമാതിരി ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു ലെറ്റർ വേണം. ഇൻക്ലൂഡ് ബോത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ മൊത്തം 8 അക്ഷരങ്ങൾ വേണം. അതിൽ ലെറ്റർ വേണം, അതോടൊപ്പം ക്യാപിറ്റലും സ്മാളും വേണം. ഞാൻ ഇവിടെ തൽക്കാലം എൻ്റെ മകളെ പേരാണ് കൊടുക്കുന്നത്. ഫഹ്മ. എന്നിട്ട് അറ്റ് അവളെ ജനന വർഷം 2015. അപ്പോൾ അതേ തന്നെ ആവർത്തനം. അപ്പോൾ ഫസ്റ്റത്തെ അക്ഷരം വലുത് തന്നെ കൊടുക്കുക, ക്യാപിറ്റൽ വേണമല്ലോ. പി സ ഫഹ്മ അറ്റ് 2015 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ആർ യു സേയിങ് ഫോർ ബിഹാഫ് ഓഫ് പ്രൈമറി ഓർ സെക്കൻഡറി ഇൻസ്ട്രക്ഷൻ, അതൊരു സ്കൂളിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അത് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. അതിലൊരു ഗുണം എന്ന് വെച്ചാൽ 40 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടരാമെന്നുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം യെസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അഗ്രി. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ സ്ട്രീമോ സബ്മിറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ടൈം കമ്മോട്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിൻ്റെ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറയാണ്. ഇത് നമ്മളെ ഫ്രണ്ട്സുകൾക്ക് ആർക്കൊക്കെയാണ് നമ്മളെ ഇതിൽ പോകേണ്ടത് അവരെ ഇമെയിൽ അഡ്രസ്സാണ് ഇത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാം നമുക്ക് കാരണം നമ്മളെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ വേറെ ആൾക്കും ചിലപ്പോൾ പോകുമല്ലോ. അതുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതുകൊണ്ട് സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്, അത് ഒഴിവാക്കി നമുക്ക് അപ്പോൾ പിന്നെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മീറ്റിംഗ് തുടങ്ങാനും ഓക്കെ ആയി. അപ്പോൾ യൂസർ നെയിം നമ്മളെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് നമ്മളവിടെ ഉണ്ടാക്കിയ പാസ്വേഡ് കേട്ടോ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നേരത്തെ മാതിരി ഇതാണ് ഒഴിവാക്കിയിട്ട് ഇത് നമ്മളിവിടെ കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ അക്കൗണ്ട് തുടങ്ങാനുള്ള ഇതാണ് സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പം പോവുക. എന്നിട്ട് നേരത്തെ നമ്മൾ സൂം ഓപ്പൺ ചെയ്തിട്ടുന്നല്ലേ, അവിടേക്ക് പോവുക, സൂം ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ സൈൻ അപ്പാണ് കൊടുത്ത്, ഇനി സൈൻ ഇന്ന് കൊടുക്കുക. സൈൻ ഇന്ന് കൊടുത്തിട്ട് നേരത്തെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ഇത് നവാസ് പി ആയിരുന്നു അക്കൗണ്ട്. പാസ്വേഡ് ക്യാപിറ്റൽ എഫ് ഫിസ ഫഹ്മ. സോറി, ഇതൊക്കെ ഏതാണ്
2015 എന്നാണ് ഞാൻ അടിച്ചത്. സൈൻ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ പിന്നെ ഡു യു വാണ്ട് ടു സൈൻ ഇൻ വിത്ത് ഫിംഗർ ഐ ഡി, പിന്നെ ഐ ഡി കൊണ്ട് ഓപ്പൺ ആണ്, അതിൻ്റെ ആവശ്യം നമുക്കില്ല, അത്ര വല്ല സെക്യൂരിറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പിന്നെ ഇത് വരിക, അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുക. അപ്പോൾ ഇവിടെ ന്യൂ മീറ്റിംഗ്, ജോയിനിങ്, ഷെഡ്യൂള്, ഷെയർ സ്ക്രീൻ ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് ഷെഡ്യൂൾ ചെയ്യാണ് വേണ്ടത്. ന്യൂ മീറ്റിംഗ് അത് ഇപ്പോൾ ഒരു മീറ്റിംഗ് അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂ മീറ്റിംഗ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ കൊടുക്കുക. ഷെഡ്യൂള് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇപ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങാനുള്ളതാണ്. ജോയിൻ ആണെങ്കിൽ അവിടെ പിന്നെ ഉള്ള ഒരു മീറ്റിംഗിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഷെഡ്യൂളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെഡ്യൂൾ കൊടുക്കുക. അപ്പോൾ മുകളിൽ നവാസ് പി, അത് അതിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് എന്താണോ മീറ്റിങ്ങിൻ്റെ ഹെഡിങ്ങിനുണ്ട്, ഇപ്പോൾ അതിപ്പോൾ ഇടത്തനാട്ട് മീറ്റിങ്ങായി ഇടത്തനാട്ടുകര എന്നാണ് നമുക്ക് ഇടത്തനാട്ടുകര യൂണിറ്റ് എന്ന് കൊടുക്കാം. അത് മാത്രം മതിയെങ്കിൽ അത് മാത്രം. എന്നിട്ട് ഡേറ്റ്, ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റാണ്, എപ്പോഴാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു 10 മണി, രാത്രി 10 മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ അപ്പോൾ എപ്പോഴാണ് അവസാനിക്കുന്നത്, അത് ഏകദേശം ഒരു പിന്നെ 1.5 മണിക്കൂർ പുറകെ കാണിക്കും. നിങ്ങൾ പിന്നെ 40 മിനിറ്റിൽ കൂടുതൽ പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അത് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കണ്ട, ഓക്കെ കൊടുക്കുക. അപ്ലോഡിൽ വരുന്ന മെസ്സേജാണ്, അത് അങ്ങനെ അയക്കുക. അപ്പോൾ ഇതാക്കി. ഇനി പാസ്വേഡ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ പോന്നിട്ട് പിന്നെ അത്രയ്ക്കുള്ളൂ. പിന്നെ റിപ്പീറ്റ് വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ പോന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ എനാബിൾ വെയിറ്റിംഗ് റൂമും അതൊക്കെ വെക്കട്ടെ. അതൊന്നും ചെയ്യണ്ട. പിന്നെ അഡ്വാൻസ് ഓപ്ഷൻ ഒന്നും വേണ്ട, ഒക്കെ സെറ്റ് ചെയ്യുക, ഡൺ കൊടുക്കുക. അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റിയാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാസ്വേഡ് എല്ലാത്തിനും ലിങ്ക് കയറി വരാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് സെറ്റായി. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, ഇത് ആൾക്കാരെ ക്ഷണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പിന്നെ നമുക്കത് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം ആൾക്കാർക്ക്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുക, അതിമൊന്നും അമർത്തണ്ട. ഇത് മീറ്റിംഗ് റെഡിയായി. ഇനി നമുക്ക് ആൾക്കാരെ ക്ഷണിക്കണം, ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻവൈറ്റ് ആൾക്കാരുടെ ലിങ്ക് അയക്കണമല്ലോ. അപ്പോൾ ഇത് അയച്ചു കൊടുത്തിട്ട് ഈ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള അമർത്തി കൊടുക്കുക. നേരെ വാട്സപ്പിലേക്ക് വരാം. വന്നിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഇത് തന്നെയാണ് അയക്കുന്നത്, ഫറാഷ്, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇടത്തനാട്ടുകര യൂണിറ്റ് മീറ്റിംഗ് എന്നുള്ള ലിങ്ക് വരും. വേണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സ്ഥലം നല്ലൊരു ഇൻവൈറ്റ് ചെയ്യുന്നത്, അതിപ്പോൾ എൻ്റെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ആൾക്കാർക്ക് എന്തായി, സെൻഡായി. ഓക്കെ, ഇതാണ് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമ്മൾ ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് അവിടെ പോയിട്ട് പിന്നെ സൂമിൻ്റെ അതിൽ പോയിട്ട് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ടൈം പറഞ്ഞില്ലേ, ആ ടൈമിൽ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിലടിച്ചപ്പോൾ ഇത് ചാറ്റാണ്, അടിയിൽ തന്നെ നെക്സ്റ്റ് ഉണ്ടോ മീറ്റിംഗ് എന്നുണ്ടോ, അതിലടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് കൊടുത്ത് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ടാവും. പിന്നെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ വന്നു ആ സമയത്ത്. ഇതാണ് എൻ്റെ ഇത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.